എന്നുവെച്ച് 66 യാത്ര തുടരുകയാണ്. അപ്പം നമ്മൾ കോട്ടക്കൽ കഴിഞ്ഞ് വീണ്ടും ഹൈവേയുടെ കാഴ്ചകളിലേക്ക് വന്നിരിക്കുകയാണ്, ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഹൈവേയിൽ നടന്ന ഒരു സംഭവം, ആ ഒരു കാര്യത്തിനെ കുറിച്ച്, ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൈഡിൽ ദൂരം തെങ്ങാൻ നോക്കി ഇഷ്ടംപോലെ തെങ്ങും തോപ്പുകളുടെ കാഴ്ചകളുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ ആ സ്ഥലം കുരിയാട് എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം ഒരു 250 മീറ്ററോളം ദൂരത്തിൽ ഹൈവേ ഇവിടെ ഒലിച്ചു പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് മണ്ണ് ഫില്ല് ചെയ്തിരുന്നത് വലിയ മഴ പെയ്തപ്പോൾ അത് ഒലിച്ചു പോയി. ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് പണി തീർന്നിരുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടോ, അത് അവിടെ രണ്ട് സൈഡിലും നല്ല പാടങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അവിടെ എന്തോ ഒരുപക്ഷെ ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗ്രാഹ്യമില്ലാത്ത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇങ്ങനെ ഒരു ഫൗള് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അവിടെ വീണ്ടും പണികൾ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ആ മണ്ണും അതേപോലെയുള്ള റോഡിൻ്റെ ഭാഗങ്ങൾ ആയിരുന്ന സ്ഥലങ്ങൾ എല്ലാം വലിച്ചു മാറ്റി അവിടെ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ആദ്യമേ രണ്ടാമത് പണി തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഈ തരത്തിൽ ഭിത്തി പോലെ പണിതിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് തള്ളിപ്പോയത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. പക്ഷേ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത്, പക്ഷേ നിർഭാഗ്യകരമായി പോയി എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക. ഏതായാലും ആ ഒരു സ്ഥലമോടെ കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മളിതാ ഇപ്പോൾ പോകുന്നത് ചേളാരിയിലേക്കാണ് ഇനിയുള്ള യാത്ര വരുന്നത്. സർവീസ് റോഡുകൾ തന്നെയാണ് വന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് ചേളാരി യൂണിവേഴ്സിറ്റി, അതേപോലെ രാമനാട്ടുകര ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഹൈവേയിൽ നിന്ന് വീണ്ടും കോഴിക്കോടിൻ്റെ സിറ്റി ഏരിയയിലേക്ക് കിടക്കും. അപ്പോൾ ഒരു നല്ല സ്പീഡിൽ തന്നെ ഇതിലെ ബസ്സിനൊക്കെ പോകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് നല്ല മഴ ദിവസം ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും കാര്യമായിട്ടുള്ള തിരക്കുകളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ തെറ്റില്ലാത്ത നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഏതായാലും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ചയിൽ കുറേ അകലത്ത് ആ ഒരു മലനിരകളുടെ മിക്കവാറും എനിക്ക് തോന്നുന്നു സുൽത്താൻ ബത്തേരി ആ ഒരു ഏരിയയിലേക്കുള്ള നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ഒക്കെ ഭാഗമായിരിക്കും കാണുന്ന മലനിരകളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ ഹൈവേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റോഡിൻ്റെ കാഴ്ചകളിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അത് എടുക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അത്ര മനോഹരമായിട്ടുണ്ട് ഈ ഒരു റോഡിൻ്റെ കാഴ്ചകളും. ഒരു പക്ഷേ ഇതുപോലത്തെ ഇതേ സ്റ്റൈലിലുള്ള ഒരു റോഡ് നമ്മൾ പാലക്കാട് ഭാഗത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ കുറേ കൂടെ ഉയരത്തിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നതെന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറൊക്കെ നിർമ്മിച്ച് അതിമനോഹരമായിട്ട് പണിതിട്ടുള്ള റോഡാണ്. അതേപോലെ സഹ്യപർവ്വത നിരകളുടെ കാഴ്ചകൾ, ഈ സൈഡിൽ നിൽക്കുന്ന തെങ്ങും തോപ്പുകളുടെ കാഴ്ചകളൊക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഓരോ സ്ഥലം പാസ് ചെയ്ത് പോകുന്നത് ഒന്നും നമ്മൾ അറിയില്ല. ശരിക്കും എക്സിറ്റ് എടുത്ത് നമ്മൾ താഴെ ഇറങ്ങി വരുമ്പോഴാണ് ഇത് പഴയ റോഡ്, പഴയ ഇന്ന സ്ഥലമായിരുന്നല്ലോ എന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടുന്നത്. അത്ര ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ മാറിപ്പോയി. ഏതായാലും അവിടെ ബോർഡ് വെച്ചിട്ടുള്ളതുകൊണ്ട് താഴെ ഉള്ളത് ഇന്ന സ്ഥലമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. വീണ്ടും മഴയ്ക്കുള്ളൊരു നല്ലൊരു മഴ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഏകദേശം ഒരു 30 മീറ്റർ നേരത്തെ ഉണ്ടായിരുന്ന റോഡിനേക്കാളും ഒരു 10-30 മീറ്റർ താഴ്ചയിലാണ്. ഏതായാലും നമ്മൾ രാമനാട്ടുകരയിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്കാണ് നമുക്ക് ഇനി പോകുന്നത്. ഇവിടെ എക്സിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1/4 കിലോമീറ്ററോളം അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രാമനാട്ടുകര ഒക്കെ തിരിയുന്ന റോഡിലേക്ക്. ഏതായാലും ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ എനിക്കൊരു സംശയം, ഇപ്പോൾ രാമനാട്ടുകര എത്തിയിട്ടുള്ളത് ചേളാരിയിലേക്കാണോ പോകുന്നതെന്നും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞായിരുന്നു. അതെ, ചേളാരിയായിരുന്നു. ചേളാരി യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹൈവേയുടെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്ഥലവും നമുക്ക് മനസ്സിലാവില്ല. ആദ്യമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക്
ഇതേതാണ് ഈ ഭാഗങ്ങൾ, റോഡിൻ്റെ ഭാഗങ്ങൾ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഇനി ഏതായാലും ചെല്ലുന്നത് ഒരുപക്ഷെ രാമനാട്ടുകരയിലേക്കായിരിക്കും. അതായത് അവിടുന്ന് വീണ്ടും നമുക്ക് കോഴിക്കോട് സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഇവിടെ എക്സിറ്റ് എടുത്തിട്ടുണ്ട്. ഇതായിരിക്കും ചെന്ന് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ രാമനാട്ടുകരയ്ക്ക് തിരിയുന്ന ആ ഒരു ജംഗ്ഷനിലേക്കായിരിക്കും ചെല്ലുന്നത് എന്ന് തോന്നുന്നു. ഹൈവേ ഇവിടെ ബൈപ്പാസ് ചെയ്ത് നേരെ കണ്ണൂർ സൈഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ചെന്ന് ചേരുമ്പോഴുള്ള കാഴ്ചകൾ, ഈ സൈഡിലേക്കുള്ള കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഹൈവേ ഏകദേശം നമ്മൾ കോഴിക്കോടിനോട് അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഹൈവേയിലെ കാഴ്ചകൾ 3 വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഈ വീഡിയോകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇന്നും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. രാമനാട്ടുകാരെ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഗുഡ് ബൈ.